ഉപ്പൊക്കെ അല്ലേ, ഞാനതാദ്യം ആലോചിച്ചില്ല. ഇതപ്പോൾ കാട്ടുക. പിന്നെ നമുക്ക് ചിക്കൻ വെക്കാം. ചിക്കന് കണ്ടോ അത്ര ഞാൻ ഇന്ന് എങ്ങനെ വെക്കണേ, ഞാൻ ഇന്നും വലിയ ഉള്ളിയും തക്കാളിയും പിന്നെ വലിയ ജീരകം ഇഞ്ചി വെളുത്തുള്ളിയും അങ്ങനെയൊക്കെ അരിഞ്ഞ് നമ്മൾ ചതച്ച് കാണ്ടാണ് ഞാൻ ഉണ്ടാക്കൽ. പക്ഷെ ഇന്ന് നമുക്ക് ചതക്കാതെ വലിയ ഉള്ളി ഇല്ലാതെ ചെറിയ ഉള്ളി ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം. അതിൻ്റെ ഒരു ഞാൻ ഉണ്ടാക്കണൊരു ഇതാട്ടോ, അല്ലാതെ ഞാൻ വലിയ ഷെഫായിട്ടൊന്നും അല്ല കേട്ടോ, വേറെ കാര്യം. എന്നാലും നമുക്കൊന്ന് നോക്കാം. ഞാൻ ചെറിയൊരു ഉരുളി വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഞാൻ പറയലുണ്ട്, ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എല്ലാം ഉണ്ടാക്കൽ. അല്ലാതെ വെളിച്ചെണ്ണ പിന്നെ ഓയിലോ അങ്ങനത്തെ ഒന്നും ഞാൻ ഉപയോഗിച്ചില്ല. ഞാൻ സൺഫ്ലവറാണ് വേറെ ഉപയോഗിച്ചത് കേട്ടോ. നമുക്ക് ചട്ടി ചൂടായി വരുന്നു. വെള്ളമുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു. വെക്കാൻ സ്ഥലമില്ല, ഉള്ള സ്ഥലത്ത് ഇങ്ങനെ ഒപ്പിച്ച് പോരണതാണ് എൻ്റെത്. ഇങ്ങനെ ഞാൻ കുറച്ച് ഓക്കെ എനിക്കിട്ടോ. വലിയ ജീരകം കേട്ടോ, ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുക ചതക്കാതെ ഒക്കെ. ഞാൻ ഇങ്ങനെയാണ് വലിയ ജീരകം ഞാൻ ചതക്കലില്ല കേട്ടോ. അത് ഏകദേശം മൂത്ത് വരുമ്പോൾ ഇതുണ്ടോ, ഇഞ്ചി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, ഞാനെല്ലാം കൂടി ഒന്നിലിട്ട് അങ്ങനെ ഇട്ടേക്കാണ്. അപ്പോൾ നമുക്കൊക്കെ ഇട്ട് കൊടുക്കാം. ഈത്തപ്പഴം തന്നു നല്ലോണം വഴറ്റി വരണം. നല്ലോണം വാടി നമുക്ക് വെല്ലുള്ളിൻ്റെ മയത്ത് തന്നെ. ഭയങ്കര കാറ്റാട്ടോ, മഴ ഇല്ലെങ്കിൽ ഭയങ്കര കാറ്റാണ്. ചെറുള്ളി പിന്നെ വാടണമെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ടെന്നാണ് എൻ്റെ വീട്ടിൽ. ഞാനങ്ങനെ വലിയുള്ളി മാത്രമേ വലിയുള്ളിക്ക് മാത്രമേ ഇടലുള്ളൂ, ചെറുള്ളിക്ക് ഇടലില്ല. നല്ലോണം വാടി അതിൽ നല്ലോണം അങ്ങോട്ട് എണ്ണ കിടന്ന് മൂത്ത് വരുമ്പോൾ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്താ വീഡിയോ ഓണാക്കി വെച്ചിട്ടാണ് ഞാനെല്ലാം ചെയ്യുക. എല്ലാവരും എല്ലാം എടുത്ത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുക, പക്ഷെ ഞാനതെല്ലാം ചെയ്യതാണ് കേട്ടോ. ഞാൻ ആദ്യമേ അങ്ങനെയാണ്, എല്ലാം ഇങ്ങനെ അരിഞ്ഞു വെക്കൂല, ഞാൻ ഒപ്പം ഇങ്ങനെ
എരിഞ്ഞിട്ട് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. അതുപോലെ ഇപ്പോഴും ഞാൻ മറന്നതാണ് തക്കാളി. ആദ്യം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വീഡിയോ എടുക്കുമ്പോഴെങ്കിലും എളുപ്പമൊന്ന് അരിഞ്ഞൊക്കെ ശരിയാക്കി വെക്കണം. പക്ഷെ ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല. ആരും നമ്മളെ വീഡിയോ കാണുന്നില്ല, വീഡിയോ ഇടാനും മടിയാണ്. തക്കാളി 2 തക്കാളി എടുത്തുക്കണം കേട്ടോ. ലൈക്കും സബ്സ്ക്രൈബേഴ്സും ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇടാനും ഒരു മടിയാണല്ലോ. ഒന്ന് ഇതിൽ കിടന്ന് ഈ തക്കാളി ഒന്നും വേവട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഞാൻ അടച്ച് വെക്കാൻ പാത്രം എടുക്കണേ. മൺചട്ടിയിൽ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മൺപാത്രം ഭയങ്കര ഇഷ്ടം. പക്ഷേ അതിന് പറ്റിയ ചിക്കപ്പ് ഉണ്ടാക്കാൻ പറ്റിയൊരു മൺപാത്രം എൻ്റെ അടുത്തില്ല. അതുകൊണ്ടാണ് എന്താ പറയുക, അലുമിനിയം പാത്രത്തിൽ മൺപാത്രം ഞാൻ മൂടി വെക്കും. മൂടി വെക്കാം നല്ലത്. തക്കാളി നല്ലോണം വേവണം കേട്ടോ. അതിൻ്റെ ഒരു എന്താ പറയുക, ഞാൻ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കൽ. എനിക്കെൻ്റെ മനസ്സിൽ തോന്നുന്ന ആ ഒരു റെസിപ്പി ഇട്ട് ഞാൻ അങ്ങനെ ഇതാക്കും. അല്ലാതെ ഞാൻ ഒന്നും ആരും ചോദിക്കൊന്നുമില്ല. അറ്റം അറിയാത്തൊക്കെ ഇതൊക്കെ ആണെങ്കിൽ ഞാൻ ചോദിക്കുള്ളൂ. ഒന്നും കൂടെ അടച്ച് വെക്കാം. നാലുള്ളൂ തക്കാളി നല്ലോണം വീഴുക. പിന്നെ ആ നാട്ടിലൊക്കെ മഴ ഉണ്ടോ? ഞങ്ങളുടെ നാട്ടിലൊരു മഴ പെയ്യുമ്പോൾ 2 വെയിലരച്ചു. അങ്ങനെ കേട്ടോ. ഞങ്ങൾക്ക് മഴ ഉണ്ടോ ചോദിച്ചാൽ വലിയ മഴ ഇല്ല, അങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത മഴ ഉണ്ടേ. അങ്ങനെയൊക്കെയാണ്. വെയിലടിച്ച ഭയങ്കര ചൂടാണ്, ഭയങ്കര കാറ്റുണ്ട്. ഇപ്പോൾ ഇന്നൊക്കെ ഭയങ്കര കാറ്റാണ് ഇവിടെ. കറിയുണ്ട് കേട്ടോ. നമുക്ക് ഗ്യാസ് കുറച്ചൊന്ന് കുറക്കാം. ആദ്യം നമുക്ക് ഉപ്പിടാം. ഒരു കാര്യമുണ്ട്, പച്ചമുളക് കിട്ടില്ല.
ഞാൻ എന്താണ് പച്ചമുളകിൻ്റെ കാര്യം, പച്ചമുളക് അങ്ങനെ ഇടില്ല. ഞാൻ മുളകും പൊടിയും കുരുമുളകും അങ്ങനെ അത് ഇടലുള്ളൂ ഏറെ. അതാണ് പച്ചമുളക് ഞാൻ മറന്നത്. എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര എരിവല്ലേ കാരണം പച്ചമുളകും മുളകും പൊടിയും കുരുമുളക് പൊടിയും. അപ്പോൾ അത് വേണ്ട വിചാരിച്ച് ഞാൻ അത് ഇടലില്ല. ഞാൻ ഭയങ്കര കാറ്റായിട്ട് ഗ്യാസ് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി കേട്ടോ. ഉപ്പ് പിന്നെ നിങ്ങൾ പാകത്തിലിട്ടോ. അത് പോയി പറഞ്ഞാൽ ഞാൻ പറയില്ല, അത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആവില്ലല്ലോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കാറ്റുകൊണ്ട് ഗ്യാസ് ഇപ്പോൾ കെടും. ഒരു 3.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. പിന്നെ കുറച്ചൊരു 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി. കാശ്മീരി ചില്ലി പൗഡർ അത് ഇട്ടിട്ടോ. അതുണ്ടായിരുന്നു എങ്ങനെയില്ല എന്താ കട്ടല്ലേ. എന്താ പച്ചമണം പൂവോളം എന്നിട്ട് ഇളക്കി ഉഷാറാക്കുക. ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വെള്ളം പാരട്ടോ. ഇവിടെ വല്ലാതെ ഗ്രേവി വേണ്ട. ഗ്രേവി ഉണ്ടായാൽ അവർക്കൊന്നും ഇഷ്ടമല്ല. പിന്നെ ചിക്കനിലും ഉണ്ടാവും വെള്ളം. നമുക്ക് കുറച്ച് ഒരു സമാധാനത്തിന് കുറച്ച് നമുക്ക് കുറച്ച് വെള്ളം പാർന്ന് അങ്ങനെ ഉണ്ടാക്കണം. പക്ഷെ എൻ്റെ മകൾക്കൊന്നും അധികം ഗ്രേവി ഇഷ്ടമല്ല. കേട്ടോ. നിങ്ങൾക്ക് ചിലവർക്ക് ഗ്രേവി വേണ്ടി വരും. നല്ല പച്ചമണമൊക്കെ മാറിട്ടോ. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കുക. കാത്തത്തുമ്പോൾ 2 മുട്ടയുടെ ഫോൺ തിരിഞ്ഞു. ഇപ്പോൾ ചിക്കൻ ഇങ്ങനെയാണ്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അതിന് വെള്ളം ഇറങ്ങും. അപ്പോൾ നമുക്കത് മതി. അപ്പോൾ നമ്മൾ ചിക്കൻ കറി എങ്ങനെ ഉണ്ട് നോക്കാം കേട്ടോ. കണ്ടോ വേവിക്ക വന്നു. ലേസം 1/2 കപ്പൊന്നും ഇല്ല.
ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഗ്രേവിയൊക്കെ വന്ന് നല്ല ഉഷാറായില്ലേ, കണ്ടില്ലേ? എല്ലാവരും ഉണ്ടാക്കുന്നത് ഒരുപോലെ ഒന്നും ആകില്ല, ചിലർക്ക് പല വിധക്കാരം. ഞാൻ വലിയ ഉള്ളി, ഞാൻ പറഞ്ഞില്ല, വലിയ ഉള്ളി ഇട്ടുണ്ടാക്കും, ചെറിയ ഉള്ളി ഇട്ടുണ്ടാക്കും. നമ്മളിതേക്ക് ഇടാൻ കറിവേപ്പാണ് കേട്ടോ. കറിവേപ്പിന് ഭയങ്കര പഞ്ചാണ്. കറിവേപ്പില്ലെങ്കിൽ രസമില്ലായിരുന്നു. അത് കുറച്ച് ഉപ്പ് കമ്മിയായി, അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. അടിപൊളി. എല്ലാവരും അങ്ങനെ ഉണ്ടാക്കി നോക്കിട്ടോ. ഒരു വട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. ബായ്.